അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില നേരത്ത് പലപ്പോഴും പറയണമെന്ന് തോന്നിയ ഒരു വിഷയം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. എപ്പോഴും അധികം പറയുന്ന വിഷയം തന്നെയാണ്, എങ്കിലും പറയാം. നമുക്കെല്ലാം അറിയാം, നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം പോകുന്ന സംഗതിയാണ് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അവരുടെ ജന്മദിനാഘോഷമായിട്ടോ അല്ലെങ്കിൽ നേർച്ച, ഇതൊക്കെ നമ്മൾ കൊണ്ട് നടക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇന്ന് അതിൻ്റെ പേരിൽ പലപ്പോഴും പേക്കൂത്തുകൾ അരങ്ങേറുന്നതായിട്ട് കാണാറുണ്ട്. ഔലിയാക്കന്മാരെ സ്മരിക്കലും അവരുടെ അവദാനങ്ങൾ വാഴ്ത്തലും ഒക്കെ നല്ലതാണ്, വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇന്ന് കാണുന്ന പലതും അതൊരിക്കലും നമുക്ക് ദീനിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതോ അതായത് നമ്മുടെ പ്രാമാണികമായി നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതോ ഒന്നുമല്ല എന്ന് പറയാൻ തന്നെയാണ് വന്നത്. മുമ്പേയുള്ള പ്രഭാഷകന്മാർ അവരുടെ പ്രഭാഷണങ്ങളൊക്കെ പറയാറുണ്ട്. മുമ്പേ കബീർ ബാക്വിയുടെയും അതുപോലെ പല പ്രഭാഷണങ്ങളിൽ കാണാറുണ്ട്. അവർ പറയുന്നതും ദീനിൻ്റെ അടിസ്ഥാനം വെച്ച് തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് വിടുപൂട്ടത്താനുള്ളത്. ഇപ്പോൾ പല നേർച്ചകളിലും മാലയും തേവരങ്ങളും അതുപോലെ ഗാനങ്ങളും മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കലും ഇസ്ലാമിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ മതത്തിൻ്റെ വിശ്വാസപരമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത പല പേക്കൂത്തുകളും ഡാൻസും പാട്ടും ഈ അടുത്ത് നമുക്കറിയാം കൊണ്ടോട്ടി നേർച്ച. അതിൻ്റെ ശരിയായ രൂപം എനിക്കറിയില്ലോ, അത് സമസ്ത അംഗീകരിക്കുന്നുണ്ടോന്നോ അല്ലെങ്കിൽ മറ്റെന്തോ എനിക്കറിയില്ല. ഏതായാലും അതിരിക്കട്ടെ, ഈ നേർച്ചയുടെ പേരിൽ അധിക സ്ഥലങ്ങളിലും അധിക നേർച്ചകളും ഭീമാപ്പള്ളി ഉറൂസിനൊക്കെ നമ്മൾ കണ്ടതാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉറൂസിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ അനിസ്ലാമികമായ ഏർപ്പാടുകൾ, ഇത് കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഔചിത്യമായൊരു കാര്യമുള്ളത്, ഉചിതമല്ല. പണ്ഡിതന്മാർ എതിർക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ ജനങ്ങൾ സാധാരണക്കാർ സത്യത്തിലിപ്പം ഈ രണ്ടിൻ്റെ ഇടയിലാണ്. ഇതിലേത് വിശ്വസിക്കണം, ഏതാ ശരി ഏതാ തെറ്റി എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലേക്കാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒന്നും അറിയാത്തവനും തലയില്ലാത്ത വാലുമില്ലാത്ത കുറച്ചെണ്ണം വരും, അവരെന്തെങ്കിലും പറയും, അത് കേട്ടിട്ട് അങ്ങ് പോകും. അവനായിരിക്കും ഈ ഉറൂസിൻ്റെയൊക്കെ മുമ്പിലുണ്ടാവാം ആനയും അമ്പയങ്ങിയും പാട്ടും മൂട്ടും ഡാൻസും ഒക്കെയായിട്ട്. തഹദന്നാസറു ഹൂസും ജുഹാല, വിഭാഗങ്ങൾ പറഞ്ഞല്ലോ, ഒന്നുമില്ലാത്ത വിവരവും ബുദ്ധിയും ഒന്നുമില്ലാത്ത അറിവില്ലാത്ത പാമരനായ വെറും ജാഹിലായ എന്ന് പറഞ്ഞാൽ പറയും, ജഹല് മുറക്കബാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരെ നേതാക്കന്മാരാക്കി വെച്ച് പണ്ഡിതന്മാരെക്കാൾ മേലെ കൊണ്ടുവച്ച് അവരോട് തന്നെ പത്ത് പോയിക്കും, അവരങ്ങോട്ട് പറയും. എന്നിട്ടോ അവർ സ്വയം പിയക്കും. അതല്ലൂഹും, അവർ സ്വയം പിയക്കാൻ മറ്റുള്ളവർ പിയപ്പിക്കുകയും ചെയ്യുക എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു. പിന്നെ ഇത് പറയാൻ കാരണം ഈ അടുത്തൊരു കൊണ്ടോട്ടി നേർച്ച നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ പിരിവിനെ ഒരു പാട്ടപ്പിരിവ് വന്നിട്ട് വീടുകളിൽ കയറി ഇറങ്ങുന്ന സംഭവമുണ്ട്. ഞാൻ ആ ഒരു ഇത് മാത്രം കാണിച്ചു തരാം, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. അതിനു വേണ്ടി പോകുമ്പോൾ ആ കുട്ടികൾ ആ പിരിവെടുക്കുന്ന സമയത്ത് മുട്ടും പാട്ടും, അതിലേതാ പാട്ട് എന്ന് അതൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഇതൊന്നും ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ. ഇന്നത്തെ ഉറൂസ് എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ സ്ഥലങ്ങളിലല്ല, ചിലയിടങ്ങളിലൊക്കെ നിങ്ങൾ നസാറാക്കളോട് ജൂതന്മാരോട് നിങ്ങൾ എതിരാവണം, പല വിഷയങ്ങളിൽ നിന്ന് അഭിപ്രായം തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ എതിരാവില്ലേ? ശിബറം വശിബറ വിറാഹം വിറാഹ, ചാണോട് ചാണായിട്ട് മുഴത്തോട് മുഴമായിട്ട് നമ്മളിങ്ങനെ അവർ പിൻപറ്റാണ് ചെയ്യുന്നത്. അത് പറയുന്ന ഞാൻ വഹാബിയായി അല്ലെങ്കിൽ മറ്റതും കായി, എന്താ ചെയ്യുക? ഏതായാലും ആ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് വേണ്ടി ആ കുട്ടികൾ പിരിവെടുക്കുന്നത്, അവരെ പറഞ്ഞയക്കുന്നതും ഇതിൻ്റെ മേൽ കമ്മിറ്റി ആയിരിക്കും. അവർ അറിവില്ലാതെ ചെയ്യൂലല്ലോ. ഏതായാലും അതൊന്ന് കണ്ടു നോക്കാം, അതിലെ പാട്ടൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്. അവർ പിരിവെടുക്കുന്നതിൻ്റെ ആ രംഗം ഇത് ഏത് ഔലിയക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല കേട്ടോ. ഏതായാലും ഒന്ന് കണ്ടു നോക്ക്.
ഏതോ സിനിമയിലെ പാട്ടാണ്, പഴയ ഏതോ സിനിമയിലെ പാട്ട്. അതിൻ്റെ താളത്തിനൊത്തിട്ടാണ് ഏതോ വീടിൻ്റെ മുമ്പിലാണ് ഇങ്ങനെ കൊണ്ടോട്ടി നേർച്ചയുടെ പാട്ടപ്പിരിവ് എന്തൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇങ്ങനെ പിരിവെടുക്കുകയാണ് ഈ പാട്ടും കൂത്തൊക്കെ ആയിട്ട്. എന്തോ ഒരു ആഭാസത്തരമാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഇടയിൽ ഉള്ള ആൾക്കാർ തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിക്കാറുണ്ട്, വിശ്വാസപരമായിട്ട് ബാക്കോട്ടടിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ എതിർക്കപ്പെടാനൊക്കെ കാരണമായി തീർന്നത് ഇത്തരം തോന്നിയവാസങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ ഇത്തരം തോന്നിയവാസങ്ങൾ കണ്ടിട്ടും ഞാൻ പലപ്പോഴും ആലോചിക്കാറ്, എന്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ മൗനം പാലിക്കുന്നത് അറിയില്ല കേട്ടോ. നമ്മൾ പ്രതികരിക്കേണ്ടതാണ് പ്രതികരിക്കേണ്ടത്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും എന്തുകൊണ്ടാണ് ആരും പ്രതികരിക്കാതിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അല്ലാഹു അഅലം. അത് അവർ തന്നെ ഉത്തരം കണ്ടെത്തണം, അവർ തന്നെ അതിനുത്തരം പറയണം, ഞാനല്ല പറയേണ്ടത്. ഞാനത് കണ്ടു, എനിക്കത് തെറ്റാണെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ മുമ്പിൽ വന്ന ആ വിഷയം പറയുന്നു എന്ന് മാത്രം. എൻ്റെ കാഴ്ചപ്പാട്, ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്ന ആളല്ല. ഇത്തരം ആട്ടും പാട്ടും ഡാൻസും അല്ല, എന്തൊക്കെ തോന്നിയവാസങ്ങളാണ്. സിനിമ പാട്ട് വെച്ച് അതിൻ്റെ താളം പിടിച്ച് ഡാൻസ് കളിക്കുക, ഇതേത് ഔലിയാക്ക് വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഏത് ഇസ്ലാമിലാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്? ഏത് പ്രമാണങ്ങളിൽ എങ്ങനെയൊന്ന് പഠിപ്പിച്ചിട്ടുള്ളത്? ഇതൊക്കെ തീർത്തും അനിസ്ലാമികമാണ്, പറയേണ്ടതാണ്. തീർത്തും അനിസ്ലാമികമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതോ ഒന്നുമല്ല. ഇത് തീർത്തും നിരാശപ്പെടുത്തേണ്ടതാണ്. ഈ ഉമ്മത്തിൽ ചേരാത്തതാണ്. ഇസ്ലാമുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടത് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. കണ്ടിട്ടും പ്രതികരിക്കാതിരിക്കുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം തങ്ങൾ സ്വഹാബത്തിനൊരിക്കൽ ചോദിച്ചിട്ട് ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരെ കുറിച്ച് അവർക്കെന്താ സംഭവിച്ചതെന്ന് അറിയാൻ ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് പറയുന്നുണ്ട്, ഇല്ല നബിയെ, ഇല്ല യാ റസൂലല്ലാഹ്, നമുക്കറിയില്ല നബിയെ. അപ്പോഴാണ് തങ്ങൾ പറയണത്, അവർ അല്ലാഹു തആല കീമേൽ മറിച്ചു, അവർ നശിപ്പിച്ചു. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞ മറുപടി, പ്രവാചകർ പറഞ്ഞ മറുപടി, ആ നാട്ടിൽ ചില ആൾക്കാർ പ്രമാണിമാർ ചെയ്യുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ തോന്നിയവാസങ്ങൾ കണ്ടിട്ട് പോലും അവർ പ്രതികരിക്കാതെ അനങ്ങാതെ മൗനം പാലിച്ച് നിന്നതിൻ്റെ പേരിലാണ് അവർ അല്ലാഹു കീമേൽ മറിച്ചു, അവർക്ക് അല്ലാഹു ശിക്ഷ കൊടുത്തതാണ്. ഏത് ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരെ അല്ലാഹു ശിക്ഷ കൊടുത്തതാണ് എന്ന് പ്രവാചകർ പറയുകയുണ്ടായി. ഇത് പറയുമ്പോൾ ഈ ചരിത്രം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇന്നും അന്ന് ആ തീരുമാനമെടുത്താൽ ശിക്ഷ കൊടുത്ത അതേ റബ്ബനാണ് ഇന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാതിരുന്നാൽ പണ്ഡിതന്മാരെന്ന് പറയുന്നവർ നാളെ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകും, സംജാതമാകും. അതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരം കോപ്രായങ്ങൾ അനുവദിക്കാൻ പാടില്ല. ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രതികരിക്കുക തന്നെ വേണം. ഈ ഉമ്മത്തിനെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കണം. അത് മാത്രമാണ് ശരി. ബോധവൽക്കരിച്ചില്ലെങ്കിൽ നാളെ ഓരോരുത്തരും നിന്ന് കൈകെട്ടി മറുപടി പറയേണ്ട ഒരവസ്ഥ ഉണ്ടാകും. ഏതായാലും ഇത് കണ്ടപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.